നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ നിധിയെ രക്ഷിക്കാൻ എന്റെ മനസ്സലിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നല് മാത്രമാണ് ജ്യോതി. എങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഒരു കാരണവശാലും ഗൗതം ഈ വീട് തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അതെ, ഇനി ഇങ്ങനെ ചർച്ച നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഒരാഴ്ചക്കകം ഈ വീടും വസ്തുവും തിരിച്ചെടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ഗൗതം ഉണ്ടാക്കി കഴിഞ്ഞു. അതെ, പരസ്പരം ഇങ്ങനെ കണ്ണു വീഴ്ച നോക്കിയിട്ട് ഒരു കാര്യമില്ല. വെറും വാക്ക് പറഞ്ഞതല്ല ഞാൻ. നല്ല അന്തസ്സായിട്ട് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് തന്നെ ഈ പറയുന്നത്. എന്താ ശിവാനി, എന്താ സംഭവം? നീ ഒന്ന് തെളിച്ചു പറ. തെളിച്ച് പറഞ്ഞ ഏതോ ഒരു ചെന്നൈക്കാരന്റെ കമ്പനി, അതിന്റെ ഏതോ ഒരു പ്രോജക്റ്റ് ഗൗതം ഏറ്റെടുക്കാൻ പോകുന്നു. ചെന്നൈക്കാരന്റെ കമ്പനിയോ? അതേത് കമ്പനി? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നാളെ എഗ്രിമെന്റ് സൈൻ ചെയ്യും. ഒരാഴ്ചക്കകം 5 കോടി രൂപ ഗൗതമന്റെ കയ്യിൽ കിട്ടുകയും ചെയ്യും. 5 കോടി കയ്യിൽ കിട്ടിയ നിങ്ങൾക്ക് തരാനുള്ള 3 കോടി, പിന്നെ അതിന്റെ പലിശയും പലിശയുടെ പലിശയും എന്താണെന്ന് വെച്ചാ അതും എടുത്ത് തലവഴിയിട്ട് അഭിഷേകം നടത്തും അവളും അവനും കൂടി. ശോ, ആന്റി അങ്ങളും കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടി ശിവാനി, വ്യക്തമായിട്ട് കേട്ടിട്ട് തന്നെയാണോ നീ പറയുന്നത്? ഇതിനേക്കാളും വ്യക്തമായിട്ട് കേൾക്കാൻ എനിക്ക് അറിയില്ല. നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും അക്ഷരം തെറ്റാതെ കേട്ടതാ ഞാൻ. ദേ വസുന്ധരണ്ടി, ഞാനും പ്രണവും എന്തേലും പറഞ്ഞിവിടെ പിടിച്ചു നിൽക്കും. പക്ഷെ ആന്റിയുടെ അവസ്ഥ അതായിരിക്കൂല. ആപത്ത് സമയത്ത് കൈമലർത്തി കാണിച്ച ആളല്ലേ. നിധി എങ്ങാനും ആന്റിയോട് ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കാൻ പറഞ്ഞ ആന്റി കൈമലർത്തിയതുപോലെ ഗൗതമും കൈമലർത്തും. ചുരുക്കി പറഞ്ഞ ജ്യോതി ആന്റിയും CKC അങ്കിളും ഇറങ്ങുമ്പോ കൂടെ പെട്ടിയും പ്രമാണവും എടുത്തോണ്ട് വസുന്ധര ആന്റിക്കും ഇറങ്ങേണ്ടി വരും. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ജ്യോതി, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. CKC എവിടെ? എത്രയും പെട്ടെന്ന് CKCയെ വിവരം അറിയിക്കണം. ശിവാനി, നീ വാ. സർവൻ, സർവൻ വിളിച്ച വിളി കേക്കില്ലേ? ഇവിടെ വാ. ദൈവമേ, പെട്ടല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് കൊള്ളാം. വിളിച്ച വിളിയും കേക്കില്ല, വരികയില്ല. നിനക്കെന്താ ചെവി കേട്ടൂടെ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് തമ്പുരാട്ടിയോട് കാര്യം ഉണർത്തിക്കാം. CK, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എന്തത്യാവശ്യം? അതൊക്കെ ഞാൻ പറയാം. CK, ഒന്നിങ്ങോട്ട് വാ. ഞാൻ ഈ വേലക്കാരോട് ഒരു കോഫി എടുക്കാൻ പറയാൻ വന്നാ. വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലെന്നേ. എടി, വേഗം ഒരു കോഫി എടുത്ത് റൂമിലേക്ക് കൊണ്ടുവാ. ആ, ഇപ്പൊ കൊണ്ടുവരാം. ദേ, CK വന്നേ, ഒരു അത്യാവശ്യ കാര്യോ. കോഫി അവള് കൊണ്ടുവന്നോളൂ. ശിവാനി, വാ മോളെ. ആ, ഒന്ന് വാ. ഇപ്പൊ പിടിക്കപ്പെട്ടേനെ. എന്നാലും ഇനി കോഫിയായിട്ട് മുറിയിലേക്ക് പോകേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? അതോടെ എല്ലാം കഴിയും. ഭഗവതി കാത്തോണേ. ഇതൊക്കെ ഞാൻ അവർ സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേട്ട കാര്യങ്ങൾ അങ്കിളെ. ഒരാഴ്ചക്കുള്ളിൽ അങ്കിളിന് തരാനുള്ള പണം അവർ സെറ്റാക്കും. ഇൻഡസ്ട്രിയിൽ ഗൗതം ഒരു ചെറുവിരൽ അനയ്ക്കാൻ പോലും ആ നിമിഷം എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞതേയില്ലല്ലോ. 5 കോടി രൂപ അഡ്വാൻസ് ആയി തന്നെ കൊടുക്കുന്ന ഗൗതം പറഞ്ഞത്. അപ്പൊ പിന്നെ അങ്കിള് തോറ്റു പോവില്ലേ? ശിവാനി, ആ കമ്പനിയുടെ പേരെന്താ പറഞ്ഞേ? അത് ഗണപതി ബിൽഡേഴ്സ് എന്നോ മറ്റോ എന്തോ ആണ് ഗൗതം പറഞ്ഞത്. ഗണപതി ബിൽഡേഴ്സ് കേട്ടിട്ട് പോലുമില്ലല്ലോ ഇത്. ഇനി പുതിയ ഏതെങ്കിലും ഫേം ആയിരിക്കോ? ഏയ്, അതിന് വഴിയില്ല.
ഈ പറഞ്ഞ കമ്പനിയുടെ ചെയർമാനെ ഗോവിന്ദ തങ്ങളിന് പരിചയമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിച്ച് തടയണമല്ലോ സി കെ. അതിനിപ്പോ എന്താ ചെയ്യാ? ഗണപതി ബിൽഡേഴ്സ്. ആ അങ്കിളെ, അതൊരു ചെന്നൈ ബേസ്ഡ് കമ്പനിയാണെന്നാ ഗൗതം പറഞ്ഞത്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ഗണപതി ബിൽഡേഴ്സ്. മോളെ, ഗണപതി എന്നാണോ പറഞ്ഞത് അതോ വിനായക എന്നാണോ പറഞ്ഞത്? അതെ അതെ, വിനായക ബിൽഡേഴ്സ്. അങ്ങനെ തന്നെ അങ്കിള് പറഞ്ഞത്. യെസ്, അങ്ങനെ വരട്ടെ. ശ്രീ വിനായക ബിൽഡേഴ്സ് ചെന്നൈ. സി കെക്ക് അറിയോ അവരെ? അറിയുന്നോ? അതിന്റെ ചെയർമാൻ അനന്തപത്മനാഭൻ എന്റെ അടുത്ത ആളല്ലേ, മലയാളിയാ. യെസ് യെസ്, അനന്ത പത്മനാഭൻ. ഈ പേര് പറയുന്നത് ഞാൻ കേട്ടതാ. ജ്യോതി, ദൈവം നമ്മുടെ കൂടെയാ. അതുകൊണ്ടാ ഇത്ര വിലപ്പെട്ട ഒരു വിവരം നമ്മുടെ ശിവാനി മോളുടെ കാതിൽ എത്തിച്ചു കൊടുത്തത്. അല്ലേലും ഈ നിൽക്കുന്ന ശിവാനി തന്നെയല്ലേ സി കെ ഇപ്പൊ നമ്മുടെ ദൈവം. മോളെ, താങ്ക്സ് ഡാ. ഒരുപാട് നന്ദിയുണ്ട് കൃത്യമായി ഈ ഇൻഫർമേഷൻ ട്രേസ് ചെയ്തേന്. താങ്ക് യു വെരി മച്ച്. എന്തിനാ അങ്കിളെ എനിക്ക് നന്ദിയൊക്കെ പറയുന്നത്? ഇതെന്റെ കടമയല്ലേ. ഓക്കെ മോളെ, മോള് പോയി റെസ്റ്റ് എടുക്ക്. ആ അങ്കിളെ, ഗൗതമിന്റെ ഈ പ്രോജക്റ്റ് മുടക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ ആവണ്ട. മോള് ധൈര്യമായിട്ട് വെക്കോ. ഓക്കെ അങ്കിൾ, ഗുഡ് നൈറ്റ്. ആന്റി ഗുഡ് നൈറ്റ്. എന്താ സി കെ പ്ലാൻ? പ്ലാൻ പറയാം. നല്ല തലവേദനയുണ്ട്. ആ സെർവന്റ് ഇതുവരെ കോഫി കൊണ്ടുവന്നില്ലല്ലോ. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തെങ്കിലും ഒരു മറുപടി പറ. വിനായക ബിൽഡേഴ്സിന്റെ ചെയർമാൻ സി കെ.സിയുടെ അടുത്ത ആളാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ കുഴപ്പം? സൗഹൃദമൊക്കെ വളരെ വലുതാ. പക്ഷേ ബിസിനസ്സിൽ ഗൗതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കരിയറുണ്ട്. ആ കരിയറിനെ പൊളിക്കാൻ എന്റെ സൗഹൃദത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ? വിനായക ബിൽഡേഴ്സിന്റെ ചെയർമാൻ അനന്തപത്മനാഭൻ ഒരു പ്രത്യേക ക്യാരക്ടറാ. പ്രോജക്ടിന്റെ വിജയം മാത്രമേ അയാൾ ഫോക്കസ് ചെയ്യുള്ളൂ. അങ്ങനെ നോക്കിയാൽ അയാൾ ഗൗതമിനെ മാത്രമേ കൂട്ടുപിടിക്കൂ. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കുകയാണ് ഞാൻ. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണം. ഓ, തല പിളർക്കുന്നു. ഒരു കോഫി വെച്ചിട്ട് ഇപ്പൊ എത്ര നേരായി. വെയിറ്റ്, കോഫി എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. സി കെ എവിടെ ഇരിക്കും?